നിന്റെ അപ്പാപ്പൻ മരിച്ചിട്ട് ഇന്നേക്ക് 33 വർഷമായി. നിന്റെ അമ്മയ്ക്ക് 15ഉം റോക്കിക്ക് 10ഉം വയസ്സായിരുന്നു. ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു ചരമവാർഷികത്തിന് പോലും ഞാൻ ഇവിടെ വരാതിരുന്നിട്ടില്ല. ആദ്യമൊക്കെ നിന്റെ അമ്മച്ചിയും റോക്കിയും ഉണ്ടായിരുന്നു എൻ്റെ കയ്യും പിടിച്ച്. അവൾ നാട് വിട്ടു പോയ ശേഷം റോക്കിയും വരാതായി. ഇപ്പോഴിതാ 33ാമത്തെ വർഷം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മകൾക്ക് പകരം അവളുടെ മകളായ നിന്നെയും കൊണ്ട് ഞാൻ വന്നു നിൽക്കുന്നു. ഇത്രയും കാലത്തിനിടയ്ക്ക് നിന്റെ അപ്പാപ്പൻ്റെ ആത്മാവ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഇന്നായിരിക്കും. നമ്മുടെ കൂടെ ഇപ്പോൾ ജേഡി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ സന്തോഷം ഇതിലും 100 ഇരട്ടിയായേനെ. എന്തിനാ അമ്മാമ്മേ വിധിച്ചിട്ടില്ലാത്തതിനെ വീണ്ടും വീണ്ടും ആശിക്കുന്നത്? അമ്മാമ്മ വാ. വിധിച്ചിട്ടില്ലാത്തതാണെന്ന് പറയാൻ പറ്റുമോ മോളെ? എന്നെ ഇങ്ങനെ ധർമ്മസങ്കടത്തിലാക്കല്ലേ അമ്മാമ്മേ. ഞാൻ പറഞ്ഞില്ലേ അമ്മാമ്മേ, ജേഡി ഈ നാട്ടിൽ നിന്ന് എന്നെയും കൊണ്ട് മാറാൻ തീരുമാനിച്ചിരിക്കുക. അതിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തി തരണമെന്നാ എനിക്ക് അമ്മാമ്മയോട് പറയാനുള്ളത്. ഇവിടെ നിന്നൊരു സ്ഥലം മാറ്റെന്ന് പറയുമ്പോൾ അതിലൂടെ മാത്രമേ നിന്റെ മനസ്സിനെ പഴയപടി കൊണ്ടുവരാൻ പറ്റൂന്ന് ജേഡി മനസ്സിലാക്കിയിരിക്കണം. അതയാൾ ചെയ്യുകയും ചെയ്യും. ഞാൻ എന്ത് ചെയ്യും അമ്മാമ്മേ? ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഇപ്പം തന്നെ ജേഡിയോട് ചെന്ന് എല്ലാ സത്യങ്ങളും തുറന്നു പറയണം. മനസ്സുകൊണ്ട് നിന്നിലേക്ക് തിരിച്ചു വന്ന് സ്വന്തം കുടുംബമെന്ന സ്വപ്നഗോപുരം പടുത്തുയർത്തി തുടങ്ങിയ ആ മനുഷ്യൻ അതിൻ്റെ മുകളിൽ നിന്ന് തല കുത്തി വീഴട്ടെ. അതോടൊക്കെ തീർന്നോളും. എൻ്റെ ഒപ്പം വന്ന് നിൽക്കുന്ന കാര്യം ആലോചിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്നെ കൈവിടുക അല്ലേ? ഒരുപാട് ആലോചിച്ചു മോളെ. അപ്പം അമ്മാമ്മയ്ക്ക് തോന്നിയത് കർത്താവ് കൽപ്പിച്ചു തന്നതൊക്കെ കൈവിട്ട് കളയാൻ തീരുമാനിച്ചവർക്ക് കൂട്ടുനിൽക്കുന്നത് ദൈവത്തിനെ തോൽപ്പിക്കാൻ കൂട്ടുനിൽക്കുന്നതിന് തുല്യമാണെന്ന്. ദൈവം എനിക്ക് വേണ്ടി മാത്രം കരുതി വെച്ചതാണ് ജേഡി എന്ന് ഒരു കാലത്ത് എനിക്കും തോന്നിയിട്ടുണ്ട് അമ്മാമേ. പക്ഷെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു, ജീവിതത്തിൽ ഞാൻ ഒരിക്കലും കണ്ടുമുട്ടാൻ പോലും പാടില്ലാത്ത വ്യക്തിയായിരുന്നു ജേഡി എന്ന്. ജീവിതയാത്രക്കിടയിൽ അങ്ങനെ പലരെയും കണ്ടുമുട്ടും, പലതും സംഭവിക്കും. പക്ഷേ അത് അവനവൻ്റെ തന്നെ ജീവിതമായി കഴിഞ്ഞാൽ പിന്നെ കൈവിട്ട് പോവാതെ സൂക്ഷിക്കുന്നതാ ബുദ്ധി. ബുദ്ധി ഉപയോഗിച്ച് ഞാൻ ആരെയാ അമ്മാമ്മയെ തോൽപ്പിക്കേണ്ടത്? മകൾ മരിച്ചു എന്ന ബോധത്തില് മനസ്സ് കൈവിട്ടു പോയ ഗീതയോ? അതോ എവിടെയാണെന്നോ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും അറിയാത്ത ജയയോ? വേണ്ട അമ്മാമ്മേ, എനിക്ക് അവരെ തോൽപ്പിക്കണ്ട. അവരുടെ മുമ്പില് ഞാൻ തോറ്റാ മതി. അതിന് അമ്മമ്മയ്ക്ക് എന്നെ സഹായിക്കാൻ പറ്റോ? ഞാൻ പറഞ്ഞില്ലേ മോളെ, നീ എന്തൊക്കെ തീരുമാനിച്ചാലും കർത്താവ് കൽപ്പിച്ചത് തിരുത്താൻ നിനക്കോ എനിക്കോ ആവില്ല. ഇല്ല അമ്മാമ്മേ, 2 പാവങ്ങളെ നാഥനില്ലാതാക്കിയിട്ട് ജേഡിയിലൂടെ എനിക്കൊരു ജീവിതം തരാനാണ് ഈശ്വരന്റെ തീരുമാനമെങ്കിൽ ആ വിധിക്ക് നാദര കീഴടങ്ങില്ല. എന്താ ഗീത നീ കാട്ടണേ? മോളുടെ പടത്തിന് മുമ്പിൽ പൂക്കൾ വയ്ക്കാനും വിളക്ക് കത്തിക്കാനൊന്നും ആയിട്ടില്ല. പിന്നെ എന്റെ മോൾക്ക് വേണ്ടി എനിക്കിനി ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റും. അതിന് സമ്മതിക്കില്ല നിങ്ങൾ എന്നെ. ദേ,
നാളെ നിന്റെ മോള് തിരിച്ചു വന്ന ഇതിനൊക്കെ നീ പശ്ചാത്തപിക്കേണ്ടി വരും. ഇപ്പൊ എനിക്ക് അത്രേ പറയാനുള്ളൂ. ദേ എടുത്തി, മോള് പോയതില് എനിക്ക് സങ്കടമുണ്ട്. എന്ന് വെച്ച് ഒരിക്കലും നടക്കാത്ത കാര്യമൊക്കെ പറഞ്ഞ് എന്നെ ആരും സമാധാനിപ്പിക്കണ്ട. എന്റെ മോളെ ഞാൻ കണ്ടതല്ലേ, ഏതോ ദുഷ്ടന്മാര് എന്റെ മോളെ കൊന്നു കെടുത്തിരിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. പിന്നെ എങ്ങനെയാ അവള് തിരിച്ചു വരുന്നേ? എന്റെ ഈശ്വര, ഞാൻ ഇതിനോട് എന്താ പറയുക? നാദരയാ, ദേ, നീ അവളോട് നല്ല രീതിയിലൊക്കെ നിക്കണേ ഗീതേ. എനിക്ക് അവളെ കാണണ്ട. എന്റെ മോളെ കൊന്നില്ലേ, ഇനി എന്നെ അവള് കൊല്ലും. ഗീതേ, എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്നെയും കൂടി ഇല്ലാതാക്കിട്ട് ദേവേട്ടനോടൊപ്പം സുഖമായിട്ട് ജീവിക്കാനല്ലേ? ജയയുടെ അമ്മ എന്നെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ ഒഴിഞ്ഞു പോവാൻ തീരുമാനിച്ചപ്പോ നിങ്ങളല്ലേ എന്നെ ജയദേവന്റെ അടുത്തേക്ക് വീണ്ടും തിരിച്ചയച്ചത്. ഞാനോ? ഞാൻ അങ്ങനെ ചെയ്തോ എടുത്തി? ചെയ്തു. ജയമോളെ തിരിച്ചു കിട്ടും വരെയെങ്കിലും ദേവനെ ഒന്നും അറിയിക്കരുതെന്നും പറഞ്ഞ് നീ നിർബന്ധിച്ചു പറഞ്ഞതുകൊണ്ടാ നാദര വീണ്ടും അങ്ങോട്ട് പോയത്. പറഞ്ഞെങ്കി പറഞ്ഞു. ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? മോള് പോയില്ലേ? ഇനി എനിക്കൊന്നും വേണ്ട. നീയും ദേവേട്ടനും കൂടെ സുഖമായിട്ടങ്ങ് ജീവിച്ചോ. എന്നൊരു ദിവസം എന്റെ മോളങ്ങ് വിളിക്കും. പിന്നെ എനിക്ക് ആരുടെയും തുണ വേണ്ട. എന്റെ മോള് വിളിക്കും. ഗീത, അങ്ങനെ പറയല്ലേ. ജയമോള് മരിച്ചെന്ന് ഈ മനസ്സിൽ വെറുതെ തോന്നുന്നതാ. ആള് വരും, എനിക്ക് ഉറപ്പുണ്ട്. ദേ, ഇതുവരെ എന്നെ ഓരോന്നും പറഞ്ഞ് വിട്ടിയാക്കിയതുപോലെ ഇനി അതിന് തുനിഞ്ഞാലുണ്ടല്ലോ, ഇതൊരു മരണ വീടായിപ്പോയി. ഇല്ലെങ്കിൽ അടിച്ചിറക്കി എന്നെ ഞാൻ ഇവിടുന്ന്. ഗീതേ, എടുത്തി, വേഗം ഇറക്കി വിട്ടോ. ദുഷ്ടിയാ ഇവള്, വെറും ദുഷ്ട. എന്റെ എന്റെ തലയൊക്കെ പെരുത്ത് വരുന്നുണ്ട്. ഇനി എന്റെ മുന്നിലെങ്ങനെ വന്നാലുണ്ടല്ലോ, പോയിക്കോ, ഇറങ്ങി പോകാൻ. ഗീതേ, സാരമില്ല, മനഃപൂർവ്വമല്ലല്ലോ, മനസ്സിന്റെ കുഴപ്പം കൊണ്ടല്ലേ. വിഷമിക്കണ്ട. ഏയ്, എനിക്കറിയില്ല ഏട്ടത്തി. ഹോസ്പിറ്റലിൽ വെച്ച് ഇതിനേക്കാൾ ക്രൂരമായ ഗീത നിന്നെ ഇറക്കി വിട്ടപ്പോ ഞാൻ കരുതിയത് നീ അവളെ ഒരിക്കലും കാണാൻ വരില്ലെന്നാ. വന്നല്ലോ, എനിക്ക് ആശ്വാസമായി. എന്റെ വാക്കു പാലിച്ച് തിരിച്ചു പോകുന്നത് വരെ ഞാൻ വരും. പക്ഷെ ജയയുടെ ആകെ പിടികിട്ടാത്തതുപോലെ മാറിയിരിക്കുക. എത്ര നാളിനി എന്നെ ഇങ്ങനെ വിടുമെന്ന് എനിക്കറിയില്ല. എന്നോടുള്ള സ്നേഹം ജയയോടുള്ള വെറുപ്പായി മാറിക്കൊണ്ടിരിക്കുക ജയടിക്ക്. നീ വാ, ഗീത കേക്കണ്ട, നമുക്ക് അങ്ങോട്ടിരിക്കാം. വാ. പിരിഞ്ഞു പോകുന്നത് വരെ ജയടിയെ പ്രയാസപ്പെടുത്തരുതെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ. അതിനുവേണ്ടി ആ മനസ്സ് ആഗ്രഹിക്കുന്നത് പോലൊക്കെ ഞാൻ പെരുമാറി. അത് പക്ഷേ ഇങ്ങനൊരു വിപരീത ഫലം ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. മനസ്സുകൊണ്ട് ഞാൻ അകലാൻ ശ്രമിക്കും തോറും ആ മനസ്സ് എന്നിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മണിയെടുത്തി. എത്രയും വേഗം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഒരിക്കലും എനിക്ക് വിട്ടുപോകാൻ പറ്റാത്ത വിധം ചേടി എന്നെ. സത്യത്തെ നീ കരയേണ്ട സന്ദർഭമല്ല ഇത്. ഒരിക്കല് നീയും ആഗ്രഹിച്ചതല്ലേ ആ മനസ്സ് നിന്റേത് മാത്രം ആവാൻ. ഇനിയിപ്പോ ജയദേവനോട് വേറൊന്നും പറയാതിരിക്കുന്നതാവും നല്ലത്. പറഞ്ഞ എല്ലാ ജന്മങ്ങളും പാഴായി പോവുകയുള്ളൂ. ഒന്നും അറിഞ്ഞില്ലെങ്കിൽ അവനിലൂടെ നിനക്കെങ്കിലും ഒരു ജീവിതം ഉണ്ടാവും. ദൈവം തീരുമാനിച്ചിരിക്കുന്നത് ചിലപ്പോ അതാണെങ്കിലോ. ജയദേവനെ ഗീതയ്ക്കാവില്ല,
നിനക്കാവും വിധിച്ചത്. ഇല്ല എടുത്തി. എന്തെങ്കിലും ഗീതയിലേക്ക് തിരിച്ചു വരുമായിരുന്ന ജെഡിയുടെ വഴിയിൽ ഒരു തടസ്സമായി പ്രത്യക്ഷപ്പെട്ടവളാ ഞാൻ. ദൈവവിധിയെ ലംഘിച്ചത് ഞാന്. എനിക്കത് തിരുത്തിയേ പറ്റൂ. കൊതിച്ച ജീവിതം കയ്യിൽ കിട്ടിയിട്ടും അത് ദാനം ചെയ്യാനുള്ള നിന്റെ ഈ മനസ്സ് കാണുമ്പോഴ. വേണ്ട എടുത്തി, എന്നോട് സഹതാപം കാട്ടരുത്. അതെന്നെ കൂടുതൽ സങ്കടപ്പെടുത്തും. ഞാൻ തെറ്റുകാരിയല്ലെന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കരുത്. അതെന്നെ നിരാശപ്പെടുത്തേ ഉള്ളൂ. ഗീതയുടെ ജീവിതം തകർക്കാൻ വന്നവളെന്ന കുറ്റബോധത്തോടെ തന്നെ ആ തെറ്റ് തിരുത്തി ഞാൻ തിരിച്ചു പൊയ്ക്കോട്ടെ. ഞാനിനി ഒന്നും പറയുന്നില്ല. ഗീതയും മോളെയും പോലെ തന്നെ നീയും എനിക്ക് പ്രിയപ്പെട്ടവള. നിങ്ങൾ ആര് ജയിച്ചാലും ആര് തോറ്റാലും ഈ മണിയമ്മയ്ക്കിനി സങ്കടം തന്നെയാ. അതൊക്കെ മാറും എടുത്തി, മാറും. ജയദേവനും ഗീതയും മോളും ഒക്കെ ഒരുമിച്ച് ജീവിക്കുന്ന കാണുമ്പോ അത് നന്നായെന്ന് മണിയെടുത്തേക്കും തോന്നും. ഇല്ലെങ്കിൽ അവരുടെ കഷ്ടപ്പാടുകൾ കാണും തോറും എന്നെ ശപിക്കാനായിരിക്കും തോന്നുക. ഇപ്പൊ എന്നെ ഉള്ളറിഞ്ഞ് സ്നേഹിക്കുന്ന ജയടി പോലും പിന്നീട് എന്തെങ്കിലും സത്യം അറിയുമ്പോ എല്ലാം മറച്ചു വെച്ചവന് എന്നെ വെറുത്തുവിടുന്നില്ല. അതിലൊക്കെ നല്ലത് എല്ലാവരുടെയും സ്വരത്തിൽ നല്ലവണെന്ന് കേട്ടുകൊണ്ട് തിരിച്ചു പോകുന്നത് തന്നെയാണ്. നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഞാൻ എന്നും ഉണ്ടാവണമെങ്കിൽ ഈ സ്ഥാനം ഒഴിഞ്ഞ് നാദിര പോയേ പറ്റൂ. എന്റെ മോളെ. അയ്യോ മതിയമ്മേ, ഇപ്പൊ തന്നെ വയർ നിറഞ്ഞ് ഇത് പൊട്ടാറായി. കൂടി കഴിച്ചാലും നിനക്ക് ഒരു കുഴപ്പം വരില്ല. അത്ര മതി ആന്റി. ഇപ്പൊ തന്നെ തടി ഓവറാ മനുവേട്ടന്. ആ ആരാ ഇത്? വാ വാ, നിനക്ക് ഈ വഴിയൊക്കെ അറിയോ മോളെ? അതെന്താ അങ്ങനെ? ആന്റി പറയുന്ന കേട്ടതൊന്നും ഞാൻ ഇങ്ങോട്ട് വരാറേ ഇല്ലെന്ന്. വരും, കൊല്ലത്തിലൊരിക്കൽ. അതിലൊന്നും പറയുന്നില്ല. ആ നീ ഇരിക്കേ. ഇരിക്കും മോളെ. മോളിരി, ആന്റി ചായ എടുക്കാം. ആന്റി ചായ മാത്രം മതിയേ. ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാ വന്നേ. ശരി മോളെ. മനുവേട്ടൻ എവിടെയായിരുന്നു 2 ദിവസം? കോളേജിന്റെ ഭാഗത്തൊന്നും കണ്ടതേ ഇല്ലല്ലോ. എനിക്ക് തോന്നി കയ്യോടെ പിടിക്കാൻ വന്നതായിരിക്കുമെന്ന്. അത് പിന്നെ ദിയാ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? കോളേജിന്റെ പരിസരത്ത് ബൈക്കിൽ കറങ്ങുന്ന കോളേജ് കുമാരന്മാരല്ലാത്ത ചില പൂവാരന്മാരെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഒരു റിപ്പോർട്ട് എഴുതിയിരുന്നു. അത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവരെങ്ങാനും അന്വേഷിക്കാൻ വരുമ്പോ അവിടെ വെച്ച് എന്നെ തന്നെ പിടിച്ചാലുള്ള അവസ്ഥയെക്കുറിച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്കി. മതി, എനിക്കറിയാം ഇതുപോലെ എന്തെങ്കിലും വളുപ്പം ജോക്ക് പറഞ്ഞ മനുവേട്ടൻ ഒഴിയുമെന്ന്. പക്ഷെ ഞാൻ വന്നത് സീരിയസ് ആയിട്ടാ. എനിക്ക് കോളേജിൽ പോകാൻ ഒരു മൂടുമില്ല. എന്തു പറ്റി? ജയ ഇല്ലാത്തത് തന്നെ. അവളെക്കുറിച്ച് മറ്റു കുട്ടികളൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി. ചിലർക്കൊക്കെ എന്തൊക്കെയോ സംശയങ്ങളും ഉണ്ട്. എല്ലാരും എന്നോട് ചോദിക്കാൻ തുടങ്ങിയ ഞാൻ എന്ത് ചെയ്യും? ഒന്നും അറിയാത്ത പോലെ നീയും അവരിൽ ഒരാളാവണം. അല്ലാതെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാനാ? പറയാൻ എളുപ്പോ, അനുഭവിക്കുന്നത് ഞാനല്ലേ. മനുവേട്ടൻ വൈകിട്ടെങ്കിലും കുറച്ചു നേരം വന്നില്ലെങ്കിൽ ഞാൻ ഇന്ന് കോളേജിൽ പോവില്ല. ജയ ഉള്ളപ്പോ മിക്ക ദിവസവും രാവിലെയും വൈകുന്നേരം മനുവേട്ടൻ കോളേജിൽ വരുമായിരുന്നല്ലോ. അത് പിന്നെ ഒരു വെടിക്ക് 2 പക്ഷിയെ കിട്ടുമെന്നുള്ളതുകൊണ്ടല്ലായിരുന്നോ? ദേ മനുവേട്ട വേണ്ടാട്ടോ. അയ്യോ ഞാനൊരു തമാശ പറഞ്ഞതാ. ജയ ഉണ്ടായിരുന്നപ്പോ അവക്ക് എന്നും ഒരു 100 കൂട്ടം പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് കേൾക്കാനും പരിഹാരം പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഒരാൾ വേണ്ടേന്ന് വിചാരിച്ചാ ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഞാൻ അന്നൊക്കെ അങ്ങോട്ട് വന്നോണ്ടിരുന്നത്. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ. ജീവിതത്തിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്തവളല്ലേ നീ. മനുവേട്ടന് എന്റെ ഇഷ്ടത്തിന് കിട്ടിയില്ലെങ്കിൽ പ്രശ്നം ഞാൻ ഉണ്ടാക്കും. എനിക്കറിയാം. ഞാൻ ജയയുടെ അമ്മയെ കാണാൻ പോണെന്ന് പറഞ്ഞോണ്ടല്ലേ മനുവേട്ടൻ എന്റെ മുമ്പിൽ നിന്ന് മുങ്ങി നടക്കുന്നേ. അതുകൊണ്ട് എനിക്ക് ഈ സങ്കടക്കാരെ കാണുന്നത് വലിയ അലർജിയാ. കൊള്ളാം, നല്ല പത്രപ്രവർത്തകൻ. മനുഷ്യരുടെ സങ്കടങ്ങളിലേക്കാ ഒരു പത്രപ്രവർത്തകന്റെ കണ്ണുകൾ ആദ്യം കടന്നു ചെല്ലേണ്ടത്. അതറിയോ? എന്നിട്ട് സങ്കടക്കാരെ കാണുന്ന അലർജിയാണ് പോലും. ഇതാ മോളെ ചായ. അല്ല, ആരുടെ സങ്കടത്തെക്കുറിച്ചാ നിങ്ങൾ ഈ പറയുന്നേ? ജയയുടെ അമ്മയെക്കുറിച്ച് ആന്റി. ഏതോ ഒരു ഡെഡ് ബോഡി കണ്ട ശേഷം അത് ജയയാണെന്ന് കരുതി മനസ്സ് കൈവിട്ടു പോയ അവസ്ഥയിൽ അവരിപ്പോ. അവിടം വരെ പോയി അവരെ ഒന്ന് കാണണമെന്ന് ഞാൻ പറഞ്ഞപ്പോ മനുവേട്ടന് സങ്കടക്കാരെ കാണുന്ന അലർജിയാണ് പോലും. എന്താ മോനെ ഇത്? ജയ നിങ്ങൾക്ക് 2 ആൾക്കും വളരെ അടുപ്പമുള്ള കുട്ടിയല്ലേ? അപ്പൊ അവളുടെ അമ്മയ്ക്കൊരു പ്രയാസം ഉണ്ടായാൽ
നിങ്ങൾ ചെന്ന് ആശ്വസിപ്പിക്കേണ്ടതല്ലേ? ശരി ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ. അല്ല, നിന്നെ കോളേജിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യേണ്ടി വരുമോ? സൗകര്യപ്പെടുമെങ്കിൽ മതി, ഇല്ലെങ്കിൽ എനിക്ക് ബസ്സിൽ പോകാൻ അറിയാം. ആ, നീ ഒന്ന് വേഗം ഒരുങ്ങിട്ട് അവളെ കോളേജിലാക്കി കൊടുക്കുമെനു. ആഹാ, ഭാവി അമ്മായി അമ്മയ്ക്ക് മരുമോളോടുള്ള സ്നേഹം കണ്ടില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെന്നും കണ്ടാ മതി. ആഹാ, ഇച്ചിരി ജീവൻ വെച്ചപ്പോഴേക്കും ഇങ്ങനെ പുറത്തിറങ്ങി നടക്കല്ലേ മക്കളെ. ദീനം തിരിച്ചു വന്നാ പിന്നെ പിടിച്ചാ കിട്ടൂല. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. എന്നാലും ഞാനിനി ഒറ്റയ്ക്ക് കാട്ടിലേക്കൊന്നും പോവില്ല. അല്ലെങ്കിൽ നിന്നെ ഞാൻ വിട്ടെങ്കിലല്ലേ. ഇപ്പൊ തന്നെ പുറം കാറ്റ് കിട്ടിക്കോട്ടെന്ന് കരുതിയല്ലേ പുറത്തു വിട്ടത്. എന്ന് വെച്ച് അധികം നേരം ഇവിടെ നിന്ന് കളിക്കൊന്നും വേണ്ട. കാലമാടന്മാരുടെ കണ്ണ് ഏത് നേരത്തെ എങ്ങോട്ട് നീളുന്നെന്ന് പറയാൻ പറ്റൂല. അതിനുശേഷം ഇതുവരെ ഞാൻ പുറത്തേക്കൊന്നും ഇറങ്ങാത്തോണ്ട് ഇനി അവരെന്നെ ഇവിടെ പ്രതീക്ഷിക്കില്ല. എന്തിടോ താഴെ ഇരിക്കണോ? അയ്യോടാ, അയ്യോ, ഓ എന്തിടാ, ഓ എന്തേ? കാലത്തല്ലേ ഏതോ ഒരാൾ ഇങ്ങോട്ട് വരുന്നു. എനിക്കറിയില്ല ആരെ മുന്നോട്ട് വരാ. കാലമാടന്മാരുടെ ചിങ്കിടിയാ. മോള് വേ അകത്തോട്ട് പോ. ഞാൻ വിളിക്കാത്ത നിന്റെ നേര് പോലും ഇവിടെ കാണാൻ പാടില്ല. വേഗം ചെല്ല്, പോ. എന്തൊക്കെയുണ്ട് കാളിത്തള്ളേ വിശേഷം? ഇപ്പൊ പുറത്തേക്കെങ്ങും അങ്ങനെ കാണുന്നില്ലല്ലോ. വയസ്സായില്ലേ പൊന്നപ്പ. പണ്ടത്തെ കൂട്ടി ഈറ്റ വെട്ടനും കൊട്ടമടിയാനും ഇപ്പൊ വയ്യാണ്ടായി. അല്ല, പൊന്നപ്പനെന്ത് ഈ വഴിക്ക്? വെറുതെ ഒരു ദിവസം കാട്ടരുവിയുടെ അടുത്ത് വെച്ച് ഒരു മാൻപേടെ കണ്ണിപ്പെട്ടായിരുന്നു. പിന്നെ അതിനെ എത്ര നോക്കിയിട്ടും കാണാനില്ല. ഇതുവഴി എങ്ങാനും വന്നോന്നറിയാനൊന്ന് കയറി നോക്കിയതാ. ഏയ്, മാനൊന്നും ഇപ്പൊ അരുവിയോട് ഇങ്ങോട്ട് കയറി വരാറില്ല. ചിലപ്പോഴൊക്കെ അരുവിന്ന് വെള്ളം കുടിച്ച് കാട്ടിലേക്ക് എന്നെ കയറി പോണ കാണാം. പിന്നെ വെടിവെച്ച കേക്കണ പരിസരത്ത് അതങ്ങനെ ഇറങ്ങി വരുമോ പൊന്നപ്പ? അത് കാട്ടുമാനല്ലേ തള്ളേ, ഇതൊരു നാട്ടുമാന. അരുവിയിൽ ഇറങ്ങിയിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ കയറിയത്. നീ എന്തൊക്കെയാ പൊന്നപ്പ പറയണത്? നാട്ടുമാനോ? ആ, ഒരു 16-17 വയസ്സ് തോന്നിക്കുന്ന ഒരു സുന്ദരി പെൺകൊച്ച്. പെങ്കൊച്ചോ? ഈ കാട്ടിലോ? നീ പട്ടച്ചാരായം തലക്ക് പിടിച്ച് നിൽക്കുമ്പോ വല്ല ആദിവാസിയും കണ്ടതാവും. ഒരാദിവാസിയല്ല, നല്ല അസല് പട്ടണവാസി പെണ്ണ്. കണ്ടത് ഞാൻ മാത്രമല്ല, സൂപ്പർവൈസർ കൂടിയാ. എനിക്ക് തെറ്റിയാലും സാറിന് തെറ്റത്തില്ല. എന്തോ എനിക്ക് വിശ്വാസം വരുന്നില്ല. ഒറ്റയ്ക്കൊരു പെങ്കൊച്ചെങ്ങനെ ഈ കാട്ടിലേക്ക് വരുന്നത്? വന്ന വഴിയൊന്നും ഇപ്പൊ ആലോചിക്കേണ്ടതല്ലേ. പോയത് എങ്ങോട്ടാണെന്ന് അറിയാമെങ്കിൽ അത് മാത്രം പറഞ്ഞാൽ മതി. എനിക്കത് വല്ല അറിയെങ്കിലേ നീ ഇത്രയൊക്കെ പറയണോ പൊന്നപ്പ? ബാക്കി ഞാൻ അങ്ങോട്ട് പറയൂലേ. കാളിത്തള്ള അകത്തി എന്നാ തീപ്പെട്ടി എടുത്തേ. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ അടുപ്പിൽ നിന്ന് കത്തിച്ചോളാം. വേണ്ട, അടുപ്പിലാ തീയില്ലാത്തത്. തീപ്പെട്ടി ഇവിടെ തന്നെ ഉണ്ട്. അപ്പോ ഞാൻ പറഞ്ഞത് ഓർമ്മ വേണം. ഒരു മാൻപേട അതിന്റെ നിഴലെങ്ങാനും എവിടെങ്കിലും വെച്ച് കണ്ട എന്നെ അറിയിക്കണം. അതൊക്കെ പിന്നെയും പറയണ പൊന്നപ്പ. ഞാനൊന്ന് കാട്ടിലേക്ക് ഇറങ്ങി തിരക്കി നോക്കട്ടെ. പൊന്നപ്പൻ ചെല്ലി ചെല്ലി. ഞാൻ പോകുന്നു. എന്താ അയാള് പറഞ്ഞേ? കാട്ടിൽ വെച്ച് നിന്നെ കണ്ടത് അവനും അവന്റെ സൂപ്പർവൈസറും തന്നെയാ മോളെ.
ഇങ്ങനെ ഒരു പെങ്കൊച്ചിനെ ഞാനെങ്ങാനും കണ്ടോന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. ഈശ്വര, ഇനിയിപ്പോ എന്താ ചെയ്യാ കളിത്തള്ളെ? മോള് പേടിക്കണ്ട, നീ ഇവിടെയുള്ള കാര്യം അവരറിഞ്ഞിട്ടില്ല. പിന്നെന്താ? ആ, മടങ്ങി പോണവരെ മോൾ ഇനി കുടിന്ന് പുറത്തേക്ക് ഇറങ്ങണ്ട. ബാക്കി കാര്യം ഈ കാളിത്തള്ള ഏറ്റു. ഞാനിവിടെ ഉണ്ടെന്ന് എങ്ങനെങ്കിലും അവർ അറിഞ്ഞാലോ? അറിഞ്ഞാലും ഒന്നുമില്ല. കാളിത്തള്ളയുടെ സമ്മതമില്ലാതെ നിന്നെ ഇവിടുന്ന് ഇറക്കി കൊണ്ടുപോകാനുള്ള ചങ്കൂറ്റൊന്നും പാറമട പൊന്നപ്പനില്ല. ആ, എന്നാലും ഇനി അധിക നാളെ മോൾ ഇവിടെ നിൽക്കണ്ട. ചതിയന്മാരാ, അവന്മാരുടെ ഇഷ്ടത്തിന് നിന്നില്ലെങ്കിൽ പുറകീന്ന് കുത്തും. അതുകൊണ്ട് ഇനി സാർ ഇങ്ങോട്ട് വരുമ്പോ മോളും കൂടെ പൊയ്ക്കോ, അതാ നല്ലത്.